റൊമാരിയോ ഷെഫേർഡിന്റെ അവസാന ഓവറിലെ രണ്ടാം പന്ത് ബൗണ്ടറിയിലേക്ക് പായിച്ച് ഇന്ത്യക്ക് സെമി ടിക്കറ്റും നൽകി അയാൾ ആ ക്രീസിന്റെ നടുവിൽ കുമ്പിട്ടു നിന്നു. ഈഡനിലെ ആകാശത്തേക്ക് നോക്കി കുരിശു വരച്ചു. അയാളുടെ മുഖത്തപ്പോൾ വികാര വിക്ഷോഭങ്ങളുടെ ഒരു കൊടുങ്കാറ്റ് തന്നെ കാണാമായിരുന്നു. അതിനെ പെയ്തൊഴിയാൻ സമയം കൊടുക്കാതെ തിടുക്കത്തിൽ അയാൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു. സഹതാരങ്ങളും സപ്പോർട്ടിംഗ് സ്റ്റാഫുകളും അയാളെ അനുഗമിച്ചു. രാജ്യത്തെ 140 കോടി ജനങ്ങളും അയാളെ പരതി. ഈ ദിവസത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പടച്ചവനും പ്രവാചകനും ആ മലയാളിയായിരുന്നു, സഞ്ജു വിശ്വനാഥ് സാംസൺ. നീണ്ട കാത്തിരിപ്പിനും അവഗണനക്കും ശേഷം ചോദിച്ചു വാങ്ങിയ അവസരം കളഞ്ഞു കുളിച്ചവൻ. അഭിഷേക് ശർമ്മക്ക് അസുഖമായപ്പോൾ മാത്രം ആദ്യ 11-ൽ ഇടം നേടിയവൻ. ഇടംകയ്യന്മാർ നിറഞ്ഞ ടോപ്പ് ഓർഡർ പരാജയപ്പെട്ടതിന്റെ പേരിൽ മാത്രം രണ്ടാമതൊരു അവസരം കിട്ടിയവൻ. സെൽഫിഷ് അല്ലാതെ ബാറ്റേന്തി ചെറിയ സ്കോറുകളിൽ വീണപ്പോഴും വിമർശനത്തിന്റെ മുൾക്കിരീടം തലയിൽ വീണവൻ. ക്യാപ്റ്റൻ സൂര്യയുടെ ട്രോൾ കോമഡിക്ക് പാത്രമാകേണ്ടി വന്നവൻ. ന്യൂസിലാൻഡിനെതിരെ കാര്യവട്ടത്ത് വീണുപോയതിന്റെ 28 ദിവസങ്ങൾക്കിപ്പുറം ഇന്ന് അയാളുടെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. വിമർശകരുടെ വായടപ്പിച്ചുകൊണ്ട് അയാൾ തന്റെ സാമ്രാജ്യം തിരിച്ചു പിടിക്കുന്ന കാഴ്ചക്കാണ് ദാദയുടെ മണ്ണ് സാക്ഷ്യം വഹിച്ചത്. ഒരു വശത്ത് വിക്കറ്റുകൾ ചീട്ടുകൊട്ടാരം പോലെ ഒന്നൊന്നായി തകർന്നു വീഴുമ്പോൾ വമ്പൻ സമ്മർദ്ദത്തിലും പതറാത്ത മനസ്സുമായി അയാൾ ക്രീസിൽ ഉറച്ചു നിന്നു. കൂടെയുള്ളവർ ഓരോരുത്തരായി കൂടാരം കയറുമ്പോഴും ആർത്തിരമ്പുന്ന ഗാലറിയെ സാക്ഷിയാക്കി ഒറ്റക്ക് ഒരു വൻമതിൽ പോലെ അയാൾ ടീമിനെ താങ്ങി നിർത്തി. സെഞ്ചുറി എന്ന നാഴികക്കല്ലിന് തൊട്ടടുത്ത് വെച്ച് മത്സരം അവസാനിച്ചെങ്കിലും അതിനേക്കാൾ മധുരവും മൂല്യവും ഉള്ളതായിരുന്നു സഞ്ജുവിന്റെ ഈ ഇന്നിംഗ്സ്. അത് കേവലം റൺസുകളുടെ കണക്കല്ല, മറിച്ച് ടീമിനെ വിജയത്തീരത്തെത്തിക്കാൻ കാണിച്ച ഉത്തരവാദിത്തത്തിന്റെ അടയാളമാണ്. തന്റെ സ്വാഭാവിക ചോദനകളെ അടക്കി വച്ചുകൊണ്ടൊരു മാസ്റ്റർ ക്ലാസ്. ടൈമിംഗ്, പ്ലേസ്മെന്റ്, പവർ ആൻഡ് ഗ്രേസ്, ഒടുവിൽ ക്ലിനിക്കൽ ഫിനിഷ്. സാധാരണ ആരാധകർ ടെൻഷന്റെ മുൾമുനയിൽ കാണാറുള്ള ആ സ്ട്രൈക്ക് ഇന്ന് പീക്ക് എന്റർടൈനിങ് ആയി. ബിഗ് റിസ്ക് ബിഗ് റിവാർഡ് എന്ന രീതിയിൽ ബാറ്റ് ചെയ്യുന്ന സഞ്ജു ഇന്ന് കരീബിയൻ കടലിൽ നങ്കൂരമിട്ടു. 50 ബോളിൽ 97 റൺസ് അടിച്ച് നോട്ട് ഔട്ട് ആയി നിന്ന സഞ്ജു വിചാരിച്ചിരുന്നെങ്കിൽ ഒരു പേഴ്സണൽ മൈൽ സ്റ്റോൺ ആയ സെഞ്ചുറി നേടാമായിരുന്നു. പക്ഷേ വ്യക്തിഗത നേട്ടങ്ങൾക്കപ്പുറം എപ്പോഴും ടീമിൽ തന്റെ റോളും നിർവഹിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള സഞ്ജു ഇന്നും ഒരല്പം പോലും സെൽഫിഷ് ആയില്ല. ആദ്യം ബാറ്റ് ചെയ്ത് നന്നായി സ്കോർ ചെയ്ത് ഇടവേളകളിൽ വൻ പടക്കോപ്പുകളായ അഭിഷേക്, ഇഷാൻ, സൂര്യ, തിലക്, ഹർദിക് എന്നിവരെയെല്ലാം അരിഞ്ഞിട്ട വിൻഡീസിന് സഞ്ജു മാത്രമായിരുന്നു വെല്ലുവിളി. ഇനി വരാനിരിക്കുന്ന സെമി ഫൈനലിൽ സഞ്ജു ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് പോലും പ്രസക്തിയില്ല. താഴെ വീണ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം പിടിച്ചുവാങ്ങി ഉയർത്തെഴുന്നേറ്റ മലയാളിയുടെ കഥക്ക് ഒരു കിരീടത്തിന്റെ ആശീർവാദവും കൂടി ലഭിക്കട്ടെ. താങ്ക് യു സഞ്ജു.